ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ കുറച്ച് വ്യത്യസ്തമാണ്. നമ്മളിത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിതൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിട്ട് വേണ്ട എന്ന് കരുതി വീണ്ടും എടുക്കാം എന്ന് കരുതി എടുക്കുന്ന വീഡിയോ ആണ്. കാരണം നമുക്ക് ഒട്ടും ടൈമില്ല. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അവ്യക്തമായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ. ഇത് ടിഷ്യൂ സിൽക്ക് എന്നാണ് മെറ്റീരിയൽ പറഞ്ഞാൽ. ഞാൻ 5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. 5 മീറ്ററും ലൈനിങ് 3.5 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ആദ്യം അംബ്രല ആയിട്ട് വെട്ടാം കേട്ടോ. ഞാനൊരു ഹൈ ലോങ് മോഡലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നമുക്ക് കിട്ടുന്ന ലെങ്ത് എടുക്കാം. ഞാൻ ആദ്യം വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിന് ഞാൻ സ്കേർട്ട് പോർഷനെ ഉടുപ്പിനെ മാറ്റി വെച്ചിട്ട് 1 മീറ്റർ മാറ്റി വെച്ചിട്ട് സ്കേർട്ട് പോർഷനെ 4ആയിട്ട് മടക്കിയിട്ട് 8ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ മുകളിലത്തെ നെറ്റിൽ ഫുൾ സർക്കിളാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ 8ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ട് മാക്സിമം കിട്ടുന്ന ലെങ്തിൽ ഒരേപോലെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഞാനിവിടെ 42 ആണെന്ന് തോന്നുന്നു എടുത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരേപോലെ മാക്സിമം എനിക്ക് എന്തോരം ആണോ വേണ്ടത് അതിനെക്കാട്ടിയും ഒരു 5-6 ഇഞ്ച് കൂട്ടി ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. എടുത്തു കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് 2 സർക്കിളാണ് കിട്ടുന്നത്. ഓക്കെ, എടുത്തു കൊടുത്തിട്ട് നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ നമുക്കിതുപോലെ 2 സർക്കിളാണ് കേട്ടോ കിട്ടുന്നത്. എന്നിട്ട് ഇനി നമുക്കൊരു ചെറിയ പണിയുണ്ട്. ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിടുക. ഒരുമിച്ചിടുമ്പോൾ ഇതുപോലത്തെ 2 സർക്കിൾ കിട്ടും. ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? എനിക്ക് മുകളിലത്തെ, അതായത് ഫ്രണ്ടിലെ പാർട്ട് എനിക്ക് കുറച്ച് ഇറക്കം കുറഞ്ഞ് നിൽക്കണം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു പാർട്ട് ഞാൻ എടുക്കുന്നുണ്ട്. 2 ഹാഫ് സർക്കിളിൽ നിന്ന് ഒരു സർക്കിൾ ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിന് ലെങ്ത് കുറച്ച് എടുക്കുകയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2ആയിട്ട് മടക്കി ഒന്നുകൂടെ ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി കൊടുത്തിട്ട് ഞാനൊരു ഏകദേശം ഒരു 6-7 ഇഞ്ചോളം ആണ് കേട്ടോ ഇവിടെ വെട്ടി കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തോരം ആണോ ഫ്രണ്ടിൽ പൊങ്ങി നിൽക്കേണ്ടത് അത്രത്തോളം നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാമേ. ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് രാത്രിയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അത്രയും കുറച്ചുകൂടെ ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ എത്രയാണ് എടുത്തു കൊടുക്കുന്നത്? ഒരു 4.5 ഇഞ്ചാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. പക്ഷേ അത്രയും കൊടുത്തിട്ട് എനിക്ക് ആ ലെങ്ത് കറക്റ്റ് ആയില്ല. അതിന് ശേഷം ഞാനത് കുറച്ചുകൂടെ ഇറക്കം കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന അത്രയും പൊങ്ങി നിൽക്കണമെങ്കിൽ നിങ്ങളൊരു 6-6.5 ഇഞ്ചെങ്കിലും വെട്ടി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്തോരമാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്തിനെക്കാട്ടി ഒരു 4-5 ഇഞ്ച് കൂട്ടി വേണം നിങ്ങൾ ആദ്യമേ കട്ട് ചെയ്ത് കൊടുക്കാനേ. ഓക്കെ, കറക്റ്റ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് വേസ്റ്റിൻ്റെ ആ പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് കുറഞ്ഞു പോകും. ഇതുപോലെയാണ് എനിക്ക് ആദ്യം കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇത്രയും എനിക്ക് കുറച്ചുകൂടെ കുറയണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമതൊന്നുകൂടെ കട്ട് ചെയ്ത് ഇറക്കം കുറച്ചെടുക്കുന്നുണ്ടേ. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ നമ്മൾ എങ്ങനെയാണോ ആദ്യം മടക്കിയിട്ടത് അതുപോലെ നമുക്ക് ആ വേസ്റ്റിൻ്റെ പോർഷൻ വെട്ടിക്കൊടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ 8ആയിട്ട് തന്നെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് ഞാനിവിടെ 4.5 ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത്. കാരണം എനിക്ക് വേണ്ടത് 4.5 × 8 32 36. എനിക്ക് അതായത് നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് വേണ്ടത് അതിനെ നിങ്ങൾ 8ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് വേണ്ടത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പൂടെ ചേർത്ത് എത്രയാണോ വേണ്ടത് അതിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ മെഷർമെൻറ്റാണ് കേട്ടോ നിങ്ങളിവിടെ എടുക്കേണ്ടത്. ഞാനിവിടെ 5 ഇഞ്ചാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ സാധാരണ അംബ്രല്ല കട്ടിൻ്റെ കട്ടിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഈ മെറ്റീരിയൽ ഇത്തിരി ഓർഗാൻസ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂട്ടിയാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക. എന്നിട്ട് അവസാനം നമുക്കത് കട്ട് ചെയ്തെടുക്കാമല്ലോ. ശരി, ഇവിടെ ലൈനിങ് ഞാൻ എത്രയായിട്ടാണ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്? 4ആയിട്ടാണ് മാർക്ക് ചെയ്തല്ല, 4ആയിട്ടാണ് മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ലൈനിങ്ങിൽ ഞാൻ എത്രയാണ് എടുത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ 5.5 എടുക്കുമ്പോൾ ഇവിടെ 9 എടുക്കണം. ഞാനിവിടെ അതുപോലെ 9 എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 9 എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും 4 കോണുകൾ ഒരുമിച്ച് കിട്ടില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം തയ്യൽ തുമ്പൂടെ ചേർത്ത് അത്യാവശ്യം നല്ല ലെങ്തിലാണ്, നല്ല വിഡ്ത്തിലാണ് എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളും അപ്പോൾ 1-2 ഇഞ്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. മാക്സിമം കറക്റ്റ് അളവോ അല്ലെങ്കിൽ കറക്റ്റ് തയ്യൽ തുമ്പോ എടുത്ത് കൊടുക്കാതിരിക്കുക. എങ്ങാനും നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നാൽ പിന്നെ അത് പണിയാവും. അതുകൊണ്ട് നമുക്ക് എത്രയാണോ പ്രോപ്പർ വേണ്ടത് കുറച്ചധികം തയ്യൽ തുമ്പൂടെ ഇട്ട് നിങ്ങൾ വെട്ടിയെടുക്കുക കേട്ടോ.
താഴത്തോട്ട് ഞാൻ എൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ലെങ്ത് പറയുന്നില്ല, ഞാനിവിടെ 30-31 എടുക്കുന്നത്, കാരണം എനിക്ക് അത്രയും മതിയാകും. എനിക്ക് ഇത്തിരി പൊക്കമാണേ ഉള്ളത്, ആ കൊച്ചിന് വലിയ പൊക്കമില്ല. നിങ്ങളുടെ ലെങ്തിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന രീതി ഇങ്ങനെയാണെന്നേ ഉള്ളൂ. ഓക്കെ, രാത്രി ആയതുകൊണ്ട് ഓക്കെ അങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതിന് നമ്മൾ ഒരേ ലെങ്തിലാണ് കേട്ടോ ലൈനിങ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിൻ്റെ തന്നെയാണ് ലൈനിങ് വെട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് യോക്ക് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ നിന്നാണ് കേട്ടോ ഞാൻ വെട്ടി കൊടുക്കുന്നത്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ശരി, അവിടെ നിന്ന് ഞാൻ എടുത്തേക്കുന്ന ലെങ്ത് ഒരു 17 ഇഞ്ചോളമാണ്. ഞാനൊരു യോക്കിൻ്റെ ലെങ്ത് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് എന്തോരോടെ വേണ്ട അത്രയും നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാം. ശേഷം ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് താഴത്തോട്ട് ഒരു 6.5 ഇഞ്ച് കൈക്കുഴി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈക്കുഴി. ഇനി നമുക്ക് ഞാൻ എൻ്റെ വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത് ഞാനൊരു 13.5 എടുത്ത് കൊടുക്കുന്നുണ്ട്. കാരണം പ്രിൻസസ് കട്ടാണ് ഫ്രണ്ടിൽ തയ്ക്കുന്നത്, അതുകൊണ്ട് അത്യാവശ്യം തുണി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാനൊരു 13 ഇഞ്ച് കൂടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ആക്ച്വൽ ലെങ്തിനെക്കാട്ടിയും തയ്യൽ തുമ്പ് ചേർക്കാതെ ഒരു 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. ഇല്ല, കാരണം പ്രിൻസസ് കട്ട് ആയതുകൊണ്ടേ. ഓക്കെ, താഴെ ഞാൻ അതേ വെടുത്ത് തന്നെയാണ് കൊടുക്കുന്നത്, എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നീളവും വീതിയും നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റിനെക്കാട്ടി ഒരു 2 ഇഞ്ച് കൂടെ, ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും 2 ഇഞ്ച് കൂടെ കൂടുതൽ എടുക്കാം. ശേഷം കൈക്കുഴി ഞാൻ 1.5 മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട് കൈക്കുഴിയും ബാക്ക് കൈക്കുഴിയും ഒക്കെ ഞാൻ ഒരുപോലെയാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഞാനത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും അതിൽ ചെയ്യുന്നില്ല. അത് കുറച്ച് പേര് ചോദിക്കുന്ന ഡൗട്ടാണ്. നമ്മൾ ബൊട്ടീക്ക് സ്റ്റൈൽ പെർഫെക്ഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. എളുപ്പത്തിന് ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ബെറ്റർ അങ്ങനെ ചെയ്തെടുക്കാം, ഓക്കെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് കണ്ട് അത് മനസ്സിലാക്കാം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടാണ് നമുക്ക് വെട്ടാൻ പോകുന്നത്. നമുക്കതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ് എവിടെയാണോ ഉള്ളത് ആ നീളം നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 11 എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് പോയിൻ്റ് തമ്മിലുള്ള വിഡ്ത്താണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 4 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4-4.25 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അളന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, എന്നിട്ട് അവിടെ താഴത്തോട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈനാണ് കൊടുക്കുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള പ്രിൻസസ് കട്ടിൻ്റെ മെത്തേഡാണ് കേട്ടോ. താഴത്തോട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. ഇനി ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറവും ഞാനൊരു ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറവും ഇപ്പുറവും ഓരോ ഇഞ്ച് വീതം ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മുടെ ആം ഹോളിൻ്റെ, അതായത് കൈക്കുഴിയുടെ സെൻറ്റർ പോർഷനും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കൈക്കുഴിയുടെ സെൻറ്റർ പോർഷനും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാനിവിടെ 5.5 എടുത്ത് കൊടുക്കുന്നുണ്ട്. 5.5 എടുത്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളിത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വരയ്ക്കാൻ കുറച്ച് പുറകിലോട്ടാണ്, അതാണ് എനിക്ക് വരയ്ക്കാൻ ഒത്തിരി ടൈം എടുക്കുന്നത്. ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 1 ഇഞ്ചും കൂടെ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെയും ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ കുറച്ചൊന്ന് കുഴിച്ചാണ് വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ. ആ നടുക്കുള്ള ആ പോർഷൻ നമുക്ക് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് അങ്ങനെ കട്ട് ചെയ്തെടുത്ത സാധനം മെയിൻ ക്ലോത്തിലിട്ട് ഒന്നുകൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. മെയിൻ ക്ലോത്തിലിടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി വലിയ അളവിന് വെട്ടാം. എനിക്കിപ്പോൾ അത്രയ്ക്കും തുണി ഇല്ലായിരുന്നു. ഞാൻ കറക്റ്റ് 5 മീറ്ററാണ് എടുത്തത്. 5-5.5 ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും തുണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറക്റ്റ് അളവിനാണ് എടുക്കുന്നത്. ഇനി സാധാരണ നമ്മളിത് അടിക്കും പോലെ അടിച്ച് തിരിച്ചിട്ട് വേണമെങ്കിൽ പതിച്ചടിച്ച് എടുക്കാം, അല്ലെങ്കിൽ അടിച്ച് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ നെക്ക് കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ലെങ്ത് ഞാനിവിടെ 4 കൊടുത്തത്, 4 ഇഞ്ചാണ് കൊടുത്തത്. വിഡ്ത്ത് ഞാനിവിടെ എത്ര ഇഞ്ചാണ് കൊടുക്കുന്നത്? 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഞാനൊരു ഒരു ഹൈ നെക്കായിട്ടുള്ള ബോട്ട് നെക്കാണ് കുറച്ച് കയറി നിൽക്കുന്ന ഒരു ബോട്ട് നെക്കാണ് ഞാൻ ചെയ്യുന്നത്. 4 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലും കൊടുത്തിട്ട് എന്താണ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ഇതുപോലെ ഒരു ബോട്ട് പോലെ നമ്മളിത് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാനിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലും ബാക്കിലും ഈ സെയിം നെക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എനിക്കൊരു റെഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാനിവിടെ ആഡ് ചെയ്യാൻ മറന്നു എന്നാണ് തോന്നുന്നത്. ആ റെഫറൻസിൻ്റെ അനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ചിങ്ങിലോട്ട് വരാം. ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പാവാടയുടെ തുമ്പടിച്ച് കൊടുക്കുകയാണ്, അംബ്രല്ലയുടെ തുമ്പടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് ഇനിയെല്ലാം നിങ്ങൾക്ക് പെട്ടെന്നേ കാണാൻ പറ്റുള്ളൂ.
എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ആ കൊച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. അത് നമുക്ക് പാവാടയുടെ തുമ്പടിച്ച് കൊടുക്കാം. ഓക്കെ, പാവാടയുടെ തുമ്പടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പാവാട, അതായത് നല്ല വശം ലൈനിങ്ങും നല്ല തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരൊറ്റ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാമേ. ലൈനിങ്ങും നല്ല തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അത് രണ്ട് ഭാഗത്തും ഫ്രണ്ടിലും ബാക്കിലുള്ള നല്ല തുണി ലൈനിങ് കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാമേ. ഞാനിവിടെ ഇട്ടു. ഇനി അതിന് ശേഷം ഫ്രണ്ട് പോർഷനാണ് എടുത്തേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നമ്മൾ ലൈനിങ്ങിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് തുണിയുടെ നല്ല വശം എന്ന് പറയാനില്ല, നല്ല വശവും ചീത്ത വശവും ഇല്ലാത്ത തുണിയാണ്. അതുകൊണ്ട് ഞാൻ തുണിയുടെ നല്ലതല്ല ഒരു വശത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നെക്ക് അടിച്ച് തിരിച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കില്ലേ, അതുപോലെ അവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് സൈഡിലും ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി മിസ്സിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള തുണികളാണ് ഇത്. നമ്മൾ 3 പീസായിട്ട് വെട്ടിയില്ല, അതിൻ്റെ സൈഡിലുള്ള 2 പീസാണ്. അവിടെയും ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ അടിച്ച് തിരിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ച് അങ്ങനെ കൊടുത്താലും മതി. കാരണം ഇത് ഓർഗാൻസ പോലത്തെ മെറ്റീരിയൽ അല്ലേ, അപ്പോൾ അതിങ്ങോട്ട് കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടിച്ച് സെക്യൂർ ചെയ്യാമേ. അങ്ങനെ നമുക്ക് 2 വശം അടിച്ചിട്ട് തിരിച്ചു വരാം. അടിച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മൾ അടിച്ച് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വശം അടിച്ച് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്, നടുക്കത്തെ വശം. പിന്നെ ബാക്കി 2 വശങ്ങൾ നമ്മൾ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചിട്ടെടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ അത് അപ്പുറം ഇപ്പുറം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാമേ. ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. അല്ല നമ്മൾ താഴ്ന്നേ അടിച്ച് കയറി വരികയാണെങ്കിൽ ആം ഹോളിൻ്റെ അവിടെ ഇറക്കം കുറഞ്ഞും കൂടിയൊക്കെ പോകും. അതുകൊണ്ട് ആം ഹോളിൻ്റെ അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടുന്ന് അടിച്ചു പോവാം. അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിന് നമുക്കത് അടിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പതിച്ചടിക്കാത്ത ബാക്ക് വശമല്ലേ, ബാക്ക് വശം നമ്മൾ ഓൾറെഡി ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബാക്ക് വശത്തോട്ട് പതിച്ചടിച്ചു കൊടുത്ത ഈ ഫ്രണ്ട് വശം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഷോൾഡർ അടിച്ചെടുക്കൂലേ, അതുപോലെ പതിച്ച് അടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് തുണി നമ്മൾ പതിച്ചടിച്ച വശത്തോട്ട് ഇങ്ങനെ ഇട്ട് കാണുന്നുണ്ടോ, ക്ലിയറായിട്ട് കാണുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാമേ. പതിച്ചടിച്ച വശം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതിച്ചടിക്കാത്ത ബാക്ക് വശത്തിൻ്റെ ലൈനിങ് നമ്മൾ ഇങ്ങനെ എടുത്ത് മുകളിലോട്ട് വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ 2 ഷോൾഡറിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തന്നെ നമുക്ക് അടിച്ച് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ടെടുത്തതിന് ശേഷം പതിച്ചടിച്ചു കൊടുക്കാത്ത ബാക്കിനെ കൂടെ നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ആ ബാക്കിനെ കൂടെ ഞാനിങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി ഇതിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡറും കൂടെ നമുക്ക് മടക്കി അടിച്ച് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമ്മൾ ഷോൾഡർ മടക്കി അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാടങ്ങ് ഇങ്ങനെ അകന്ന് പോകുമെന്ന് പേടിച്ച് ഞാനിവിടെ ക്രോസ് പീസാണ് വെച്ചടിച്ച് കൊടുക്കുന്നത്. ക്രോസ് പീസ് നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് തിരിച്ചിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഉടുപ്പിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാവാടയായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യാം, അത്രയും കൂടെ പണിയേ ഉള്ളൂ. എന്നിട്ട് പാവാടയുടെ സെൻറ്റർ പോർഷൻ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. കാരണം നല്ല വശവും ഇങ്ങനെ നല്ല വശവും ഇങ്ങനെ ചേർത്താണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൽ പാവാടയുടെ നല്ല വശം സെൻറ്റർ പോർഷൻ നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതുകൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് അളവിനനുസരിച്ച് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി താഴെ തുമ്പൂടെ അടിക്കണം, അതുകൂടെ പറയാം കേട്ടോ ഇതിൽ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ബോഡി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ലേറ്റായിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ്, അതാണ് ശരിക്കും ഒരു ക്ലാരിറ്റി മിസ്സിങ് കേട്ടോ. ഞാൻ അതിലെല്ലാവരുടെ അടുത്തും സോറി പറയുകയാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യാമേ. ഓക്കെ, പിന്നെ ഇത് വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ധൃതിയിലെടുത്തതാണ്. ഞാൻ ജസ്റ്റ് ഒരൊറ്റ അടിയാണ് ബോഡിക്ക് അടിച്ചു കൊടുക്കുന്നത്. എൻ്റെ കറക്റ്റ് ബോഡി ഞാൻ മാർക്ക് ചെയ്തിട്ട് അതുപോലെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അംബ്രല്ലയുടെ നമ്മുടെ ജോയിൻ ചെയ്തില്ലേ, ആ ജോയിൻ ചെയ്ത ഭാഗം വരെ എന്ത് ചെയ്യണം, നമ്മൾ ഒരുമിച്ച് അടിച്ചെടുത്തിട്ട് ബാക്കി ആ ലൈനിങ് മാറ്റിയിട്ടിട്ട് ഈ നല്ല തുണിയിൽ മാത്രമാണ് കേട്ടോ അടിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് അംബ്രല്ലയും കൂടെ താഴത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ബൾക്ക് തുണി താഴെ വരില്ല. ഓക്കെ,
അപ്പോൾ അങ്ങനെ ചെയ്യാം. ഞാൻ എന്താ ഒരുപാട് തുണി എക്സസ് ആയിട്ട് എനിക്ക് നിൽക്കുന്നുണ്ട്. ആ എക്സസ് ആയിട്ടുള്ള തുണി കുറച്ചുകൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ രണ്ട് വശത്തും നമുക്ക് അടിച്ചെടുക്കാമേ. ഇവിടെ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ പണി ഇവിടെ ഏകദേശം കഴിയും. ഇനി താഴെ തുമ്പ് കൂടെ അടിക്കാനുണ്ട്, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ കങ്കൂസ് നൂലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതെനിക്ക് 13 രൂപയോ 15 രൂപയോ എന്തോണോ ആയത്. 13 മീറ്ററാണ് ഇതിലുള്ളത്. കങ്കൂസ് നൂലാണ്. നമ്മൾ താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. ശരിക്കും ഇത് എൻ്റെ മെഷീനിൽ അടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മടക്കി അടിച്ചതിന് ശേഷം അതിൻ്റെ അകത്തൂടെ ഇത് കയറ്റിയെടുത്ത് രണ്ട് സൈഡിൽ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും ഇത് എങ്ങനെയല്ല ചെയ്യാനുള്ളത്, ഇത് വെച്ച് അടിക്കാനാണ് ചെയ്യാനുള്ളത്. പക്ഷേ എൻ്റെ നോർമൽ മെഷീൻ ആയതുകൊണ്ട് ഞാൻ ആദ്യം ഇതുപോലെ മടക്കി അടിച്ചിട്ട് അവിടോട്ട് ഈ നൂലിങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഹൈലോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ താഴെ തുമ്പിലത് അടിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല രസമാണ്. പിന്നെ അത് ചെറിയൊരു ബോയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ താഴത്തെ തുമ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ പറയുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.